ഇടുക്കിയിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് കാടിൻ്റെയൊക്കെ നടുവിൽ ഒരു ദിവസം നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് താമസിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? എങ്കിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, തൊണ്ടിയാർ. നല്ല തണുപ്പും കോടയൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലം. ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് എത്തണമെങ്കിൽ 2 കിലോമീറ്റർ കാടിനുള്ളിലൂടെ ഓഫ് റോഡ് യാത്ര ചെയ്യണം. ഇങ്ങോട്ടുള്ള പിക്കപ്പും ഡ്രോപ്പും ഒക്കെ ഇവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 കിലോമീറ്റർ ആണെങ്കിലും കാടിനകത്തുകൂടിയുള്ള ഈ ഒരു എക്സ്പീരിയൻസ് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഞങ്ങളൊരു 10-15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് അവിടെ ചെന്നത് ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് നേരെ ട്രക്കിങ്ങിനങ്ങ് പോയി. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് അടുത്തായിട്ട് തന്നെ നല്ലൊരു കാട്ടുപോത്തിനെ കാണാൻ പറ്റി. സത്യത്തിൽ ഇതിനെ കാട്ടുപോത്തെന്ന് വിളിക്കുന്നത് ഒരു തെറ്റായ നാമകരണമാണ്. ഇതിൻ്റെ ശരിക്കുമുള്ള പേര് കാട്ടീന്നാണ്. പണ്ടെപ്പോഴോ നമ്മൾ കാട്ടുപോത്തെന്നൊക്കെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാവാം. ശരിക്കുമുള്ള പേര് കാട്ടീന്നാണ്. പിന്നെ ട്രക്കിങ്ങിനിടയിൽ വേറെയും കുറച്ച് മൃഗങ്ങളെ കണ്ടു. കൂരാൻ, മരയണ്ണാൻ, അങ്ങനെ കുറച്ച് ജീവികൾ. അതുപോലെ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഇഷ്ടം പോലെ അട്ടയുണ്ടായിരുന്നു. അട്ടയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും രസകരമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു. ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും സന്ധ്യയായി. പിന്നെ ഞങ്ങൾ ക്യാമ്പ് ഫയറും ബാർബിക്യൂവും ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് ആഘോഷം തന്നെയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരത്തെ ഫുഡ് എത്തി. പൊറോട്ടയും ചിക്കൻ കറിയും ചപ്പാത്തിയും ബാർബിക്യൂവും പിന്നെ അവിടുന്ന് തന്നെ പിടിച്ച മീൻ ഞങ്ങൾക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടി. ഫുഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു നാടൻ രീതിയിലുള്ള ഒരു ഹോംലി ഫുഡ്, അതും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ തന്നെ ഒരു നൈറ്റ് സഫാരി ഉണ്ടായിരുന്നു, അതും ജീപ്പിൽ. പോകുന്ന വഴിക്ക് കാട്ടുപോത്തിനെയും മ്ലാവിനെയൊക്കെ ഞങ്ങൾ സ്പോട്ട് ചെയ്തു. രാത്രിയിലുള്ള ജീപ്പ് സവാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സമയം ചെലവഴിക്കാൻ വേണ്ടി ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. പെഡൽ ബോട്ടും കൊട്ടവഞ്ചിയും ഊഞ്ഞാലും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പൂളുണ്ടെന്നുള്ളതാണ്. അതും ചുറ്റും ഏലത്തിന്റെ നടുവിൽ. വല്ലാത്തൊരു ആംബിയൻസ് തന്നെയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും ഇവിടെ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ രസകരമാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഷവറും കൂടി ഉണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് പുട്ടും കടലയും ദോശയും സാമ്പാറും പിന്നെ ചിക്കൻ കറിയും മീൻകറിയും പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ടായിരുന്നു. നല്ല പച്ചമുളകും ഉള്ളിയും കാന്താരിയും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് മോരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു പഴങ്കഞ്ഞി. സത്യത്തിൽ ഈ ഒരു ട്രിപ്പിലുണ്ടായിരുന്ന എല്ലാവരും ഹാപ്പിയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണേലും പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാണേലും. എന്തായാലും ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ചേർത്തേക്കാം.